ഇത് കണ്ടോ, ഞാൻ ഇനി ഒരുങ്ങിയിരിക്കുന്നത് ഒരു തമിഴ് കല്യാണത്തിന് പോകുക. ഇവിടെ അടുത്ത് വിളിക്കാത്ത കല്യാണമെന്നൊന്നും ആരും പറഞ്ഞുകൊണ്ട് വരണ്ട കേട്ടോ. അപ്പം ഇനി അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ശരിക്കും പറഞ്ഞാൽ കല്യാണമല്ല, റിസപ്ഷനാ. 7:30 പോകണമെന്ന് വെച്ചതാ, പോകാൻ പറ്റുന്നില്ല. 7:30 കല്യാണത്തിനാണ് വെച്ചിരുന്നത്. പക്ഷേ ഈ ഫാത്തിമ 7:35 ആയപ്പോഴാണ് കല്യാണത്തിന് പോകണം എന്നാണ് ഓർക്കുന്നത്. ഇപ്പം ഇവിടെ അവൾക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം തപ്പി പറക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കല്യാണത്തിന് പോകാൻ ലേറ്റ് ആവുന്നു. കല്യാണത്തിന് പോകാൻ ലേറ്റ് ആവുന്നതിലല്ല വിഷമം, ഫുഡ് വിശക്കുന്നു. ഞങ്ങളിവിടെ സാധാരണ 7:30 ആകുമ്പോൾ മെസ്സിൽ പോയി ഫുഡ് കഴിക്കുന്നത്. പോയി സഹായിച്ചു കൊടുക്കുക അവൾക്ക്. 7:30 ആകുമ്പോൾ ഞങ്ങൾ മെസ്സിൽ പോയി ഫുഡ് കഴിക്കുന്നതാണ്. ഇപ്പോൾ 7:35 വിശക്കുക. ആ മാല എന്തോ ഫാത്തിമ കുടുക്കി വെച്ചിട്ട് അത് തപ്പി എടുത്തുകൊണ്ടിരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ടൊക്കെ കല്യാണത്തിന് പോകാൻ പറ്റത്തോള്. വീട്ടിൽ നമ്മൾ പിള്ളേരെ കല്യാണത്തിന് ഒരുക്കിക്കൊണ്ട് പോകുന്നതിനേക്കാളും കഷ്ടമായി ഇവിടെ എല്ലാവരെയും നമ്മളിങ്ങനെ കല്യാണത്തിന് ഒരുക്കിക്കൊണ്ട് പോകുന്നത്. കുറച്ച് നേരത്തെയൊക്കെ വന്ന് നോക്കണ്ടായിരുന്നു ഇവരൊക്കെ ഒരുങ്ങിയിട്ടുണ്ടോയെന്ന്. ഞാനൊക്കെ കറക്റ്റ് സമയത്ത് ഒരുങ്ങി. ഫുഡെന്ന് കേട്ടാൽ പിന്നെ ഒന്നും വെച്ച് താമസിക്കത്തില്ല. അവസാനം ഞങ്ങൾ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തി. ഇത് കണ്ടോ, ഇവിടെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ എത്ര വരെ പഠിച്ചു, അല്ല എന്ത് പഠിച്ചു എന്നൊക്കെ കാണും. കല്യാണക്കുറിക്കകത്തും കാണും. എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല. അവർ ഭയങ്കരമായിട്ട് പഠിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇതിനുള്ളിൽ ഇതാ കയറി ഇങ്ങനെ ഇവിടുത്തെ കല്യാണത്തിൻ്റെ സംഭവങ്ങളൊക്കെ, എന്തും ഇതിന് പറയുന്നത് എനിക്കറിയാൻ വയ്യ. കല്യാണത്തിൻ്റെ റിസപ്ഷനുള്ള സംഭവങ്ങൾ കൊള്ളാം, നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇത് കാണാൻ വന്നതല്ലല്ലോ, നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം ഫുഡ് കഴിക്കാനാണല്ലോ. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കുന്നിടത്തോട്ട് പോയി. ചെന്നപ്പോഴേ നോക്കി അവിടെ വെജാണോ നോൺ വെജാണോ. ഞങ്ങൾ നോൺ വെജ് പ്രതീക്ഷിച്ചാണ് പോയത്, പക്ഷെ കിട്ടിയത് വെജായിരുന്നു. അതിലത്ര വിഷമമൊന്നും ഇല്ല. കാരണം അത് വഴിയേ മനസ്സിലാകും. വീഡിയോ ഫുള്ള് കണ്ടാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് അതിലൊരു വിഷമമില്ലാത്തത്. ഇതൊരു ഹിന്ദു കല്യാണമാണ്. നമ്മുടെ അവിടെ കേരളത്തിലെന്ന് പറയുമ്പം ഹിന്ദു കല്യാണത്തിന് എങ്ങനെ ആദ്യം തന്നെ ഇലയിൽ എല്ലാ സാധനവും വിളമ്പിയിട്ടുണ്ടായിരിക്കും. പിന്നെ എക്സ്ട്രാ വരുന്ന ചോറും പരിപ്പും സാമ്പാറും പപ്പടവും ഒക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ കുറച്ച് ചോറൊക്കെ അങ്ങനത്തെ സാധനങ്ങളെല്ലാം പിന്നെ വരത്തോളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഇരുന്ന ശേഷമാണ് എല്ലാ സാധനങ്ങളും കൊണ്ട് തരാൻ തുടങ്ങുന്നത്. നമ്മുടെ അവിടുത്തെ പോലെ കല്യാണത്തിന് ചോറും പരിപ്പ് സാമ്പാറും മാത്രമല്ല ഇവിടെ ഉള്ളത്. അതായത് ഹിന്ദു കല്യാണത്തിന് ചോറും പരിപ്പ് സാമ്പാറുമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത് മാത്രമല്ല, ഇവിടെ ഇരുന്നപ്പം തൊട്ട് എന്തൊക്കെയോ ഫുഡ് കൊണ്ട് വിളമ്പാൻ തുടങ്ങിയതാണ്. എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയത്തില്ല. ആദ്യം വിളമ്പിയത് വെജ് ബിരിയാണി ആയിരുന്നു, അതറിയാം. പിന്നെ തൊട്ട് അങ്ങോട്ട് ചറവറാന്ന് സാധനങ്ങൾ വരാൻ തുടങ്ങി. ഇതുണ്ടോ, ഇത് എന്തോ സാധനം എന്ന് വെച്ചാൽ ഇത് കുഞ്ഞിടല്, ഇച്ചിനെയേ ഉള്ളു, കുഞ്ഞാണ്ടി ഇടല്. നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെ ഇവിടുത്തെ മാങ്ങാച്ചാറിൻ്റെ കളറുണ്ടോ, ചുമന്ന് തുടുത്തിരിക്കുന്ന കളറ്. പിന്നെ എന്തൊക്കെയോ സാധനം വന്നു, അതിൽ ഇടിയപ്പം വന്നേ. അതിൻ്റെ മണ്ടയിൽ അവരെന്തോ പന്നക്കറി ഒഴിച്ചു. പന്നക്കറിയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഞാൻ അതെടുത്ത് ഒന്നര തന്നെ മാറ്റി. എന്നിട്ട് ഇടിയപ്പം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായ. ഇടിയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ ഞാൻ ആ ഇഡലി കഴിക്കാൻ തുടങ്ങി. കുഞ്ഞിഡലി അത് ഉണ്ടാക്കിയേക്കുന്നത് നമ്മുടെ അവിടുത്തെ പോലെ എന്തുവാ അതിന് പറയുന്നത്, ഉഴുന്നും അരിയും വെച്ചിട്ടല്ല. അതിനെന്തോ ചെറുപയറിനൊക്കെ എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഈ ഇലയിൽ കാണുന്ന പാതി സാധനങ്ങളുടെയും പേരൊന്നും എനിക്ക് അറിയത്തോലുമില്ല. ഞാൻ ഇതിലും ചിലതൊക്കെ ആദ്യമായിട്ട് കാണുക. ഇതിൽ ചിലതൊന്നും എനിക്ക് വേണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ പായസം പോയതുകൊണ്ട് പായസം എന്തായാലും അവസാനം കുടിക്കണം എന്നാണല്ലോ. അപ്പം എനിക്കിഷ്ടമുള്ള ഇടിയപ്പത്തിലോട്ട് പോയി. പക്ഷെ അന്നേരം ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഞാൻ ആ പന്നക്കറി എന്ന് വെച്ച കറി നല്ല കറിയായിരുന്നു, അത് അതിന് കൂട്ടി കഴിക്കാൻ പറ്റിയ സാധനമായിരുന്നു. അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഇടിയപ്പവും ആ കറിയും കൊള്ളായിരുന്നു. വെറുതെ കാര്യം അറിയാതെ ഞാനത് പന്നക്കറി വിചാരിച്ച് എഴുതി തള്ളി അതിനെ മാറ്റി വെച്ച് എന്നിട്ട് ലാസ്റ്റ് ഞാൻ അതും കൂട്ടി തന്നെ കഴിച്ചു. ഇത് ഇത്രയും കഴിച്ചുകൊണ്ടിരുന്നപ്പം ഏറ്റവും ലാസ്റ്റായിട്ട് ഇതാ വരുന്നു ചോറും രസവും. രസം ഇവിടുത്തെ ചോറിനടുത്ത് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ അവിടുത്തെ ചോറാണ് എനിക്കിഷ്ടം. എന്നാൽ തന്നെ ഇവിടുത്തെ ചോറിൻ്റെ കൂടെ നല്ല കറി ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. മെസ്സിന്ന് വെറും അളിഞ്ഞ കറിയൊക്കെ തന്ന് ഇവിടുത്തെ ചോറിനെ ഞങ്ങൾ വേർപ്പിച്ച്. പിന്നെ രസം, ഇവിടെ എല്ലാ ദിവസവും രസം കൂട്ടി കഴിച്ച് ഇപ്പോൾ രസത്തിനടുത്ത് പണ്ടത്തെ പോലത്തെ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ചോറും രസമൊന്നും വാങ്ങിയില്ല. ബാക്കി വാങ്ങിയതെല്ലാം ഇനി കളയാൻ വെച്ചേക്കും. ഇനി അതിൻ്റെ കൂടെ എന്തിനാ ചോറ് രസം കൂടെ വാങ്ങി. ഇതെല്ലാം മിക്കവാറും കൂട്ടാനൊന്നും ഞാൻ കഴിക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ പേരെനിക്കറിയത്തില്ല. ആ സാധനം ഫാത്തിമ എടുത്ത്. ഫാത്തിമ അല്ലേലും അമ്മയെപ്പോലെ എൻ്റെ അടുത്ത്. അമ്മ ഇതേപോലെ ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ എല്ലാ കൂട്ടാനും കഴിക്കാത്തതുകൊണ്ട് അമ്മയായിരിക്കും എൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. ഈ സാധനം ഓർമ്മയുണ്ടോ, ആദ്യം എൻ്റെ ഇലക്കാത്തുണ്ടായിരുന്ന സാധനം. ഇതിൻ്റെ പേരറിയത്തില്ല, വെജ് റോൾ പോലത്തെ എന്തോ ഒരു സാധനം. പക്ഷേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു അതെനിക്ക് ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ ഞാൻ ആ കൂട്ടത്തിൽ എന്തൊക്കെ കൊള്ളത്തില്ല എനിക്കിഷ്ടപ്പെടത്തില്ല എന്ന് വിചാരിച്ചു. അതൊക്കെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. അവരുടെ ഫുഡ് വെജാണേലും ഒട്ടും മോശമല്ല, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു എല്ലാം. എന്നിട്ട് ഞാൻ എല്ലാം ഒന്നും കഴിച്ചില്ല. ഓരോരുത്തരൊക്കെ ഫുള്ള് കഴിച്ചു, എല്ലാം ഫുള്ള് ക്ലീനാക്കി കഴിച്ചു, നല്ല വൃത്തി കഴിച്ചു. അങ്ങനെ വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ തെക്കോടൊക്കെ നോക്കിയിരിക്കും, അല്ലാതെ എന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം. ഈ ഫുഡൊക്കെ എല്ലാം കഴിച്ച ശേഷം അടുത്തത് പായസത്തിലോട്ടായിരുന്നു. പായസം ആദ്യം വന്നപ്പോഴേ നോക്കി വെച്ചേക്കും. പക്ഷെ മനസ്സിൽ ഇവിടുത്തെ പായസത്തിന് അധികം ഹൈപ്പൊന്നും കൊടുക്കാതെ അത്ര നല്ല ആയിരിക്കത്തില്ല. എപ്പോഴും നമുക്ക് നമ്മുടെ അവിടുത്തെ ആയിരിക്കുമല്ലോ നല്ലതെന്നുള്ള ഒരു വിചാരം. എൻ്റെ ആ വിചാരം തന്നെ ഏറ്റവും വലിയ മണ്ടത്തരം.
പക്ഷെ ആ പായസം ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. എൻ്റെ ഈശ്വര, നല്ല ടേസ്റ്റായിരുന്നു ആ പായസത്തിന്. ആ പായസം പിന്നെ വേണമായിരുന്നു, പക്ഷെ അവർ പിന്നെയും തരത്തില്ലല്ലോ. പക്ഷേ പായസം പിന്നെ ഒപ്പിച്ചു, അടുത്ത പായസം കിട്ടി, അതും ഞാൻ കുടിച്ചു. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. ഞാൻ എങ്ങനെ പറയണ്ടേ, നല്ല ടേസ്റ്റുള്ള പായസം. അത് അടപ്പായസം അല്ല, അതിനകത്ത് വേറെ എന്തോ സാധനമാണ് കിടക്കുന്നത്. പക്ഷേ ആ പായസത്തിന് നല്ല ടേസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാൻ വയ്യ. വന്നതിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കി, അത്രയും സാധനങ്ങൾ ബാക്കി വെച്ച് ഞാൻ കഴിച്ച് എല്ലാം മടക്കി കഴിപ്പ് കഴിഞ്ഞു. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അതിനെപ്പറ്റി മോശമായിട്ടൊന്നും പറയാനില്ല. നമ്മുടെ അവിടുത്തെ പോലെ അല്ല കേട്ടോ, എല്ലാം നമ്മുടെ നേരെ മടക്കണം, അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്, എനിക്കറിയത്തില്ല അതിനെ പറ്റിയിട്ട്. അടുത്തത് ഇനി ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അടുത്തത് ഐസ്ക്രീമായിരുന്നു. ആ ഐസ്ക്രീം ശരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്തുവാണെന്ന് അറിയാൻ പറ്റാത്ത രീതിക്ക് അത്രയും ഭയങ്കരമായിട്ട് ഐസായിട്ടിരിക്കുന്ന ഒരു ഐസ്ക്രീം. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചവച്ചൊക്കെ തിന്നിറക്കിയതാണ്, കാരണം കൂടെ ഉള്ളവർ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിറക്കിയത്, അതുകൊണ്ട് ടേസ്റ്റ് ഒന്നും അറിയാൻ വയ്യ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പിന്നെ ഞങ്ങൾ നേരെ ഹോസ്റ്റലിലോട്ട് പോകാൻ തുടങ്ങിയതാണ്. അപ്പം ഈ കല്യാണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജറിൻ്റെ മോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ അവർ മാനേജറിനെ കാണാൻ പോയി. ആ ഗ്യാപ്പിൽ ഞങ്ങളവിടെ നിന്ന് കല്യാണം പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ, പക്ഷെ കൊള്ളാം. ആ ഓഡിറ്റോറിയവും തമിഴ് കല്യാണമല്ല റിസപ്ഷൻ, അതൊക്കെ ഇനിയിപ്പം അടുത്തവരെങ്ങനെ കാണാൻ പറ്റും എന്നൊന്നും വലിയ ഉറപ്പൊന്നും ഇല്ലല്ലോ, കാണാൻ പറ്റുമെന്ന് തന്നെ അറിയത്തില്ല. അപ്പം പിന്നെ അത് നിന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇത് വേറെ റിട്ടേൺ ഗിഫ്റ്റ്. ഇതിനകത്ത് തേങ്ങയായിരിക്കും ഉള്ളത്. ഹിന്ദു കല്യാണത്തിന് തേങ്ങയായിരിക്കും ഉള്ളത്. ഞാൻ ഒരു മുസ്ലിം കല്യാണത്തിന് പോയപ്പോൾ അതിനകത്ത് സ്വീറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. തേങ്ങ ഇവിടെ ഞാൻ വാങ്ങിയിട്ട് എന്ത് ചെയ്യാൻ, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. അവിടെ നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ചെണ്ടമേളം. ആ ചെണ്ടമേളത്തിൻ്റെ സൈഡിൽ ഇതായിരിക്കുന്നു കോട്ടൺ ക്യാൻഡി. പിന്നെ കോട്ടൺ ക്യാൻഡി വേണമല്ലോ, അതെനിക്കിഷ്ടമാണ്. മധുരമുള്ള അങ്ങനെ എന്ത് തന്നാലും അങ്ങ് തിന്നോളുമല്ലോ. അപ്പം ഈ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നു. മാമൻ ഉണ്ടാക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കാണാൻ നല്ല രസമുണ്ട് അത് ഉണ്ടാക്കുന്ന കാണാൻ. ഈ കോട്ടൺ ക്യാൻഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുമ്പോൾ ബോറൊന്നും അടിക്കത്തില്ല, കാരണം അതിൻ്റെ സൈഡിൽ ചെണ്ടമേളം നടക്കുവാണല്ലോ. ഇതൊക്കെ നാട്ടിൽ ഉത്സവത്തിനൊക്കെ മാത്രമാണ് ചെണ്ടമേളം. അങ്ങനെയല്ല, നാട്ടിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ചെണ്ടമേളം. ഇവിടെ എന്തോ ഓണപ്പരിപാടിയുടെ സമയത്ത് അവർ ലാസ്റ്റ് ചെണ്ടമേളം തന്നെ കണ്ടത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഫാത്തിമ മാമൻ്റെ നിന്ന് കോട്ടൺ ക്യാൻഡി വാങ്ങി എനിക്ക് തന്നു. കഴിച്ച് നോക്കിയപ്പോൾ നല്ല മധുരം. പിന്നെ കോട്ടൺ ക്യാൻഡിക്ക് എന്തായാലും കയ്പൊന്നും വരത്തില്ലല്ലോ, പഞ്ചസാര ഇട്ടുണ്ടാക്കിയ സാധനത്തിന് മധുരം അല്ലാതെ എന്തോ വരാനാ. അത് കഴിച്ച് ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ആ സ്റ്റിക്ക് കയ്യിൽ കിട്ടിയ പിന്നെ അതുകൊണ്ട് എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി, കുത്താനും അടിക്കാനും എല്ലാം. ഫാത്തിമേനെ അതിനിടയിൽ കൂടെ വഴക്ക് പറഞ്ഞു, മര്യാദയ്ക്ക് അതെടുത്ത് മാറ്റാനോ കളയാനോ അതിന് എന്തൊക്കെയോ വഴക്ക് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് നവ്യയുടെ അടുത്തോട്ട് നവ്യാണെങ്കിൽ എന്നെക്കാളും അപ്പുറം വിട്ടുതരത്തില്ല എന്നുള്ള വാശിയായിട്ട് എൻ്റെ കൂടെ അടി ഓടി. ലാസ്റ്റ് നവ്യം പിടിച്ച് ഫാത്തിമ വണ്ടി കയറ്റാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അവിടെ നിന്ന് പോയി. പിന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.